കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ധനശേഖരണാർത്ഥം ഒരു ദിവസത്തെ ലാഭം നീക്കിവച്ചിരിക്കുകയാണ് കോതമംഗലത്തെ ബസ് ഓപ്പറേറ്റർമാർ. 7 ബസ് സർവീസുകളാണ് തങ്ങളുടെ ഒരു ദിവസത്തെ ലാഭം പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. കോട്ടപ്പടി സ്വദേശി സുനിൽ പി ഇട്ടിയുടെ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താനാണ് ഇവരുടെ ശ്രമം. ബസ് സർവീസുകൾക്ക് പേരുകേട്ട പാരമ്പര്യമുണ്ട് കോതമംഗലത്തിന്. കരുത്തും കഠിനാധ്വാനവും കൊണ്ട് പടുത്തുയർത്തിയ പ്രസ്ഥാനം. എന്നാൽ കരുത്തു മാത്രമല്ല, കാരുണ്യവും ഉള്ളവരാണ് ബസ് സർവീസ് മേഖലയിൽ ഉള്ളവരെന്ന് തെളിയിക്കുകയാണ് കോതമംഗലത്തെ ബസ് സർവീസ് നടത്തുന്ന ചില സുഹൃത്തുക്കൾ. കരൾ രോഗം മൂർച്ഛിച്ചതുമൂലം കരൾമാറ്റ ശസ്ത്രക്രിയ ആവശ്യമായി വന്നിരിക്കുന്ന കോട്ടപ്പടി സ്വദേശി പാലക്കാപ്പറമ്പിൽ സുനിൽ പി ഇട്ടി എന്ന വ്യക്തിക്കു വേണ്ടി തങ്ങളുടെ ഒരു ദിവസത്തെ ലാഭം മുഴുവനും മാറ്റിവച്ചിരിക്കുകയാണ് കോതമംഗലത്തെ ബസ് സർവീസുകൾ. 7 ബസ് സർവീസുകാരാണ് ഇത്തരത്തിൽ തങ്ങളുടെ അധ്വാനം ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മാറ്റിവച്ചത്. ഫാത്തിമ, പുലരി, ബ്രദേഴ്സ്, കൊച്ചിൻ, ഹീറോ യങ്സ്, തൗഫീഖ് എന്നീ ബസ്സുകളാണ് നാട്ടുകാരിലൊരാളായ സുനിലിനു വേണ്ടി ധനസമാഹരണത്തിന് ഇറങ്ങിയിരിക്കുന്നത്. കരൾമാറ്റ ശസ്ത്രക്രിയ പൂർത്തീകരിക്കാൻ 50 ലക്ഷം രൂപയാണ് ആവശ്യം. ഇതിനായി തങ്ങളാലാകുന്ന അധ്വാനത്തെ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുകയാണ് ഇവർ. കരൾ മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയ്ക്ക് ചികിത്സ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് അടക്കമുള്ള 6 ബസ്സുകൾ ഓടുന്നുണ്ട്. ഇതിനുവേണ്ടി ഒരുപാട് നാട്ടുകാർ ചെറുപ്പക്കാരായിട്ടും പ്രായഭേദമല്ലേ, അതുകൂടാതെ വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാർ, മാന്യ വ്യക്തിത്വങ്ങളൊക്കെ ഇതിനുവേണ്ടി അഹോരാത്രം രണ്ടാഴ്ചയിലധികമായിട്ട്. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രിൻസ് വർക്കി ബസ് സർവീസുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു. കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് ശിവകുമാർ, മുനിസിപ്പൽ കൗൺസിലർ അരുൺ പി ഗോപൻ, വ്യാപാരി വ്യവസായി ഭാരവാഹി സജി മാടവന, ബസ് ഓണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ്, പ്രസിഡന്റ് ജോജി, സുരേഷ് കോട്ടപ്പടി, മറ്റ് ഭാരവാഹികളായ പ്രസാദ്, സാമുവൽ, അപ്പു മാധവൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.